ചർച്ചവെൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള ലത്തീൻ സഭയുടെ മിഷൻ കോൺഗ്രസ് BCC കൺവെൻഷൻ ദേശീയ മരിയൻ തീർത്ഥകേന്ദ്രമായ വല്ലാർപാടം ബസിലിക്കയിൽ നടന്നു. ലത്തീൻ സഭയിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും 30ഓളം ബിഷപ്പുമാരാണ് 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ പങ്കെടുത്തത്. വിവിധ വിഷയങ്ങളിലെ പഠനം, ചർച്ച, ലത്തീൻ സഭയുടെ ദശവത്സര പദ്ധതി പ്രകാശനം, മിഷൻ ക്രോസ് കൈമാറ്റം തുടങ്ങിയവ കൺവെൻഷനിൽ നടന്നു. ഇതൊരു പ്രേക്ഷിത സംഗമമാണ്. ലത്തീൻ സഭയെ ഒരേ വീക്ഷണവും സംവിധാനവുമുള്ള ഒരു പങ്കാളിത്ത സഭയാക്കാൻ സ്വപ്നം കാണുന്ന കുടുംബ പ്രേക്ഷിതരുടെ സംഗമമാണിത്. ലത്തീൻ പാരമ്പര്യങ്ങളെയും തനിമകളെയും സംസ്കാരത്തിൽ ആഴത്തിൽ വേരോടുന്ന ലത്തീൻ സമ്പ്രദായങ്ങളെയും പഠിക്കാനും പഴമയുടെ നന്മകളിലേക്ക് മടങ്ങാനും ആഹ്വാനം ചെയ്യുന്ന സംഗമമാണിത്. ഇതൊരാത്മീയ സംഗമമാണ്. 4000ഓളം പ്രതിനിധികൾ ഏകപിതാവിന്റെ സ്നേഹക്കുടക്കീഴിൽ ഒരു വലിയ കുടുംബമായി ഇവിടെ ഒത്തുചേരുന്നു. ശക്തി പ്രകടനത്തെക്കാൾ ഇതൊരു സ്നേഹപ്രകടനമാണ്. CBCI പ്രസിഡന്റ് കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഉദ്ഘാടനം നിർവഹിച്ചു. കാരുണ്യത്തിന്റെ മനോഭാവത്തോടെ അപരനിലേക്ക് മനസ്സു തുറക്കാനും നിസ്വാർത്ഥമായ സാമൂഹ്യ സൃഷ്ടിയിൽ പങ്കാളികളാകാനും നമുക്ക് കഴിയണമെന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചു. My mind goes back to our dear St. John Paul II, who had a mission, a passion for the mission of the Church. He worked tirelessly and incessantly to spread the gospel, to make Jesus more known, loved and followed. This is what he did in all his trips, more than 100 all over the world. This is what he did in his visit to parishes in Italy. This is what he did in all his talks, homilies, audiences and Angelus messages at St. Peter's in Rome. ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജാം ബത്തിസ്ത ദിക്വാത്രോ മിഷൻ കോൺഗ്രസിലെ എക്സിബിഷന്റെ ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. Together we share the same primordial radical gift brought by Jesus, the same supernatural infused virtue which opens our minds to know and love Jesus. KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസഭാഗ്യം അധ്യക്ഷത വഹിച്ചു. ലക്ഷക്കണക്കിന് വരുന്ന ലത്തീൻ കത്തോലിക്കരെ ബോധവൽക്കരിക്കുന്നതും വിശുദ്ധീകരിക്കുന്നതും വികസനവുമായുള്ള കേരള സീസയുടെ പദ്ധതികളിൽ പങ്കുചേർക്കുന്നതും അസാധ്യമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിപ്പോകാറുമുണ്ട്. എങ്കിലും പ്രത്യാശയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ കഴിവുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ പ്രൊട്ടോസെ റുഗുംബോ, ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ, ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ, ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ്, ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ തുടങ്ങിയവർ സംസാരിച്ചു. അഭിവന്ദ്യ പിതാക്കന്മാർക്കൊപ്പം കേരളത്തിലെ 12 ലത്തീൻ രൂപതകളിൽ നിന്നുമായി 3500ഓളം പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുത്തു. മധ്യകേരളത്തിലെ പ്രശസ്ത മരിയൻ തീർത്ഥകേന്ദ്രമായ കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ കൊരട്ടിമുത്തിയുടെ തിരുനാളിന് കൊടിയേറി. ഒക്ടോബർ 11 ബുധനാഴ്ച വൈകിട്ട് കൊടിയേറ്റവും പ്രദക്ഷിണവും നടന്നു. തുടർന്ന് ടൌൺ കപ്പേളയിൽ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഫെലിക്സ് പാടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെൻസൺ പുത്തൻവീട്ടിൽ വചന സന്ദേശം നൽകി. കേരളത്തിലെ ലൂർദ് എന്നറിയപ്പെടുന്ന കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ കൊരട്ടിമുത്തിയുടെ തിരുനാള് 2017 ഒക്ടോബർ 11 മുതൽ 29 വരെ തീയതികളിൽ ആഘോഷിക്കുകയാണ്. കൊരട്ടിമുത്തിയുടെ തിരുനാള് എന്ന് പറഞ്ഞാൽ കൊരട്ടിക്കാർക്ക് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ഇത് വലിയൊരു അനുഭവമാണ്, ഒപ്പം ഒരു ഉത്സവം കൂടിയാണ്. ഓരോ ദിവസവും കൊരട്ടിമുത്തിയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ജാതി-മത വ്യത്യാസമന്യേ ധാരാളം ഭക്തര് ഈ ദേവാലയത്തിൽ കടന്നു വരുന്നുണ്ട്. കൊരട്ടിമുത്തിയെക്കുറിച്ച് പറയുമ്പോൾ
ആ മുത്തിയുടെ അപദാനങ്ങൾ വർണ്ണിക്കുക എന്നത് എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. മുത്തിയുടെ അത്ഭുത രൂപം പുറത്തേക്ക് ഇറക്കുന്നത് ഞായറാഴ്ച രാവിലെ 5 മണിക്കാണ്. 5 മണിക്ക് മധുബഹായിൽ നിന്ന് കോരറ്റിമുത്തിയുടെ അത്ഭുത രൂപം പുറത്തേക്ക് ഇറക്കി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് രാവിലെ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുക. അതേ തുടർന്ന് പ്രദക്ഷിണമായിട്ട് രൂപപ്പുരയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഭക്തജനങ്ങൾക്ക് ഈ തിരുസ്വരൂപം വണങ്ങുവാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യുകയാണ്. ഈ നാടിന്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ആളുകൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടാകും എന്നത് ശ്രദ്ധേയമാണ്. ഓരോ വർഷം ചെല്ലുന്തോറും ആളുകൾ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. അത്ഭുത രൂപം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇതിനെ അത്ഭുത രൂപം എന്ന് പറയുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചേക്കാം. അതിന്റെ പുറകിൽ ഒരു രഹസ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, പണ്ട് ഇവിടെ തിരുനാള് ആഘോഷിക്കുന്ന അവസരത്തിൽ മൂത്തിയുടെ ഒരു രൂപം നിർമ്മിക്കുവാനായിട്ട് പണിക്കാരെ ഉത്തരവാദിത്വമേൽപ്പിച്ചു. എന്നാൽ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ അവർ കഴിഞ്ഞില്ല. പലവിധ കാരണങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ തിരുനാൾ അടുത്തു കഴിഞ്ഞപ്പോൾ ഈ മുത്തിയുടെ രൂപം അനിവാര്യമായതിനാൽ അന്നത്തെ വികാരിയും കൈക്കാരന്മാരും ചേർന്ന് പണി പൂർത്തിയായ, ഭാഗികമായി പൂർത്തിയായ രൂപം ആവശ്യപ്പെടുകയാണ്. പണിക്കാർ അത്ര സന്തോഷത്തോടുകൂടെയല്ല എങ്കിലും ആ രൂപം തുണിയിൽ പൊതിഞ്ഞ് കൊടുത്തുവിടുകയാണ് ചെയ്തത്. അത് ദേവാലയത്തിൽ കൊണ്ടുവന്ന് പൊതി അഴിച്ചു നോക്കിയപ്പോൾ പൂർണ്ണമായും പണി തീർന്ന രൂപമായി മാറിയിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ അത്ഭുത രൂപം എന്ന് പറയുക. തിരുനാൾ ദിനമായ ഒക്ടോബർ 15 രാവിലെ 5 കൊരട്ടിമുത്തിയുടെ അത്ഭുത രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, 11 മണിക്ക് മാർ ജോസ് പുത്തൻവീട്ടിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ കുർബാന എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ഈ മാസം 20 8-ാം ഇടവും 28 15-ാം ഇടവും ആഘോഷിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപത സഹായമെത്താൻ മാർ ജോസ് പുത്തൻവീട്ടിൽ പിതാവാണ് തിരുനാൾ മുഖ്യ കാർമ്മികത്വം വഹിക്കുക. അതുപോലെ ഇതര സഭാ സമൂഹത്തിൽ നിന്ന് സീറോ മലങ്കര, ലത്തീൻ സഭകളിൽ നിന്നും വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. ഇതര ഭാഷകൾ കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് തുടങ്ങിയ ഭാഷകളിലും ഇവിടെ തിരുക്കർമ്മങ്ങൾ ഈ ദിവസങ്ങൾ നടക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും തിരുനാളിനോടനുബന്ധിച്ച് നിരവധി കാരുണ്യ പ്രവൃത്തികൾ കൊരട്ടിപ്പള്ളി നടപ്പിലാക്കുന്നുണ്ട്. തിരുനാൾ വെടിക്കെട്ട് ഒഴിവാക്കി ആ തുകയും നേർച്ചയായി ലഭിക്കുന്നതിൽ ഒരു വിഹിതവും ചേർത്ത് നിർധന യുവതികളുടെ വിവാഹത്തിനായി മാറ്റിവെക്കുന്നു. മുത്തിയുടെ തിരുനാളിന്റെ അവസരത്തിൽ ധാരാളം ഭക്തജനങ്ങൾ വന്ന് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുക പതിവാണ്. ഈ നേർച്ച കാഴ്ചകളുടെ 1% നമ്മൾ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് ചെലവഴിക്കുകയാണ്. ഈ വർഷം വളരെ പ്രത്യേകമായിട്ട് തിരുനാളിന്റെ അവസരത്തിൽ വെടിക്കെട്ടുണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ ഈ വർഷം നമ്മളെല്ലാം ഒഴിവാക്കിയിട്ട് അതൊക്കെ വിവാഹ സഹായത്തിനും ഇതര കാരുണ്യ പ്രവർത്തികൾക്കുമായിട്ട് നീക്കിവച്ചിരിക്കുകയാണ്. ആണ്ടുവട്ടം മുഴുവനും ഈ പള്ളിയിലെ വരുമാനത്തിന്റെ ഒരു ഓഹരി സാധുജനങ്ങൾക്കായിട്ട്, കാരുണ്യ പ്രവർത്തികൾക്കായിട്ട്, ഭവന നിർമ്മാണത്തിനായിട്ട്, ചികിത്സാ സഹായത്തിനായിട്ട്, പഠന സഹായത്തിനായിട്ട് ചെലവഴിച്ചു വരികയാണ്. ഈ അവസരത്തിൽ തിരുനാളിന്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്ക് ഏവർക്കും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പൂവൻകുല സമർപ്പണം, തുലാഭാരം, അടിമ എന്നിവയാണ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായുള്ള പ്രധാന നേർച്ചകൾ. ഒക്ടോബർ 20 രാവിലെ വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് കുഞ്ഞു പൈതങ്ങളുടെ സമർപ്പണവും തിരുനാൾ ദിനത്തിലും 8-ാം ഇടം ദിനത്തിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായി ആരാധനയും ജപമാലയും വിശുദ്ധ കുർബാനയും നടക്കും. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ തലചായ്ക്കാനിടമില്ലാത്ത നിരാലംബയായ അമ്മയ്ക്കും 3 മക്കൾക്കും വീടൊരുങ്ങുകയാണ്. പള്ളിക്കുളങ്ങരയ്ക്കടുത്ത കിഴക്കേ കോടാലി ലക്ഷം വീട് കോളനിയിലെ അമ്മയ്ക്കും മക്കൾക്കുമാണ് ഇവർ തലചായ്ക്കാൻ വീടൊരുക്കുന്നത്. ഞാൻ അഞ്ജു ആന്റണി, സെന്റ് ജോസഫ് കോളേജ് NSS യൂണിറ്റുകളുടെ പ്രോഗ്രാം ഓഫീസറാണ്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീടാണ്. ഈ പുറയിൽ കാണുന്ന വീട് അമ്മുവിന്റെ വീടാണ്. അമ്മുവിന്റെ അനുജന്റെ വീടാണ്. അമ്മുവിന്റെ ചേട്ടൻ അജിത്തിന്റെ വീടാണ്. ഈ വീട് ഞങ്ങൾ കാണുമ്പോൾ ഇവര് 3 പേരും
ഈ ഒറ്റ മുറിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു വിഷമം തോന്നിയെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലെ കുറച്ച് മക്കൾ കിടന്ന് കരഞ്ഞു. അവര് പറഞ്ഞത്, മിസ്സേ, ഞങ്ങൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ് എന്നാണ്. ആ സ്വർഗത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയത് ഈ വീട്ടുകാരായതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട് പണി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഈ വീട് പണിക്ക് പൂർത്തിയാക്കാനായി ഞങ്ങൾക്ക് നല്ലൊരു തുക കണ്ടെത്തേണ്ടതുണ്ട്. ഞങ്ങൾ ജൈവ പച്ചക്കറി കൃഷിയിലൂടെയും നമ്മുടെ തട്ടുകട നടത്തിയും കണ്ടെത്തുന്ന പണം പോരായിരിക്കും ഇതിന് എന്ന അറിവ് കൊണ്ടാണ് ഞങ്ങൾ പഞ്ചായത്തിനോടൊപ്പം കൈകോർക്കാം എന്ന് തീരുമാനിച്ചത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ വാർഡ് മെമ്പറായ ഷീബ മെമ്പറും പുഷ്പാകരൻ സാറും അടക്കമുള്ളവർ, ഇവിടുത്തെ മറ്റ് മെമ്പേഴ്സ് അടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പണവും തികയാത്തതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്കൊരു വലിയ കൈത്താങ്ങിന്റെ ആവശ്യമുണ്ട് എന്നുകൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഓണക്കാലത്ത് NSS യൂണിറ്റ് കോടാലിയിൽ സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി കോളനി സന്ദർശിച്ചപ്പോഴാണ് ഭർത്താവ് ഉപേക്ഷിച്ചുപോയ വീട്ടമ്മയും മക്കളും ദയനീയ സാഹചര്യത്തിൽ കഴിയുന്നത് വിദ്യാർത്ഥികൾ കാണാൻ ഇടയായത്. ഇതിനെ തുടർന്നാണ് കോളേജിലെ NSS യൂണിറ്റിന്റെ സ്വപ്നത്തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനമെടുത്തത്. ഈ കൊല്ലത്തെ മൈത്രി 2017 സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ഞങ്ങൾ ഭവന സന്ദർശനത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞങ്ങൾ ആദ്യമായി ഈ കോടാലിയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ വീട് കാണുന്നത്. ഈ വീട് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെല്ലാം ജീവിക്കുന്നത് സ്വർഗത്തിലാണെന്ന്. ജീവിതത്തിലെ പല തിരിച്ചറിവുകളും ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഉണ്ടായത്. ഇത്തരം അന്തരീക്ഷവുമായി ഒരു പൊരുത്തപ്പെടലുമില്ലാത്ത ഞങ്ങൾക്ക് ജീവിതം എന്തെന്നുള്ള തിരിച്ചറിവ്, ലോകം എന്തെന്നുള്ള തിരിച്ചറിവ്, വ്യക്തിത്വങ്ങൾ എന്തെന്നുള്ള തിരിച്ചറിവ് എല്ലാം ഉണ്ടാക്കിയത് ഈ വീടാണ്. ഈ തിരിച്ചറിവിന്റെ ഭാഗമായാണ് ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കലാലയത്തിന്റെ 200 NSS വോളണ്ടിയർമാരും ഞങ്ങളുടെ 2 പ്രോഗ്രാം ഓഫീസേഴ്സ് മിസ് അഞ്ജു ആന്റണിയും മിസ് ബീനയും ചേർന്ന് ഈ വീട് നിർമ്മാണം ആരംഭിച്ചത്. ഗാന്ധി ജയന്തി ദിനത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ക്രിസ്റ്റി വീട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. വീട് നിർമ്മാണത്തിനായുള്ള ആദ്യ ഗഡുവായി 25,000 രൂപ പ്രിൻസിപ്പൽ വീട്ടമ്മയ്ക്ക് കൈമാറി. ഞാൻ സിസ്റ്റർ ക്രിസ്റ്റി, പ്രിൻസിപ്പൽ സെന്റ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുട. ഞങ്ങളുടെ ഈ സിൽവർ ജൂബിലി ആഘോഷ പരിപാടി സമയത്ത് 25 വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരാലംബരായ ഒത്തിരി മക്കളെ ഞങ്ങൾക്ക് കുടുംബം സ്വപ്നം കാണാനായിട്ട് പറ്റാത്ത പോലെ ആയിരുന്ന മക്കൾക്ക് ഒരു കുടുംബം അവർ യാഥാർത്ഥ്യമാക്കി തീർക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ കോളേജിന്റെ 50ാം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിലും 50 വീടുകൾ പണിതുകൊടുത്ത് ഇങ്ങനെ കുടുംബം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഓരോ വർഷം NSS പല വിധത്തിലും പല പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ വീട് പണിതു കൊടുക്കുന്ന ആ സംരംഭം, അതിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും 1, 2, 3 കുടുംബങ്ങൾ വീതം ഇങ്ങനെ കണ്ടെത്തി ഏറ്റവും നിരാലംബരായിട്ടുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി അവർ പൈസ പല വിധത്തിലും സംഭരിച്ച് അവർ അത് ചെയ്തു കൊടുക്കാറുണ്ട്. ഈ വർഷം ഇവരുടെ NSSന്റെ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ട് കിഴക്കേ കോടാലിയിൽ ആയിരുന്നു അതിന്റെ ക്യാമ്പ്. ആ അവസരത്തിൽ ആ കോളനിയിലുള്ള ഒരു നൂതനമായിട്ടുള്ള കുടുംബത്തെ കണ്ടെത്തുകയും ആ കുടുംബത്തിലെ ഭാര്യയ്ക്കും 3 മക്കളും അടങ്ങുന്ന ആ കുടുംബത്തിന് വെറുതെ ഒരു ചെറിയ ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്ത് ചെന്ന് കണ്ടപ്പോ ഞാൻ പോലും വളരെ അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള ഒരു അവസരമാണ്. എങ്ങനെയായാലും ഈ കുട്ടികൾക്ക് ഇത് കണ്ടെത്താനായിട്ട് സാധിച്ചല്ലോ. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ, ഒരു വീട് പണിത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചല്ലോ. ഞങ്ങൾ ഇവിടുത്തെ NSS പ്രോഗ്രാം ഓഫീസേഴ്സ് മിസ് അഞ്ജുവും മിസ് സുമിനയും NSS വോളണ്ടിയേഴ്സും വളരെ ഉത്തരവാദിത്തോടുകൂടിയും ഇങ്ങനെ ഇവരെ കണ്ടുകൊണ്ട് ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ഇവർക്കൊരു കുടുംബം വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും കണ്ടെത്തുകയും ഇപ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീട് കൂടാതെ കണ്ട് ഇനിയും 1, 2, 3 കുടുംബങ്ങളും കൂടി പണിതു കൊടുക്കാൻ ഇവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. NSS പ്രോഗ്രാം ഓഫീസർമാരായ അഞ്ജു ആന്റണി, CA ബീന, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ വർഗീസ്, VM ഹംസ, KP ഹരിദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമസ്കാരം. ഞാൻ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലെ വാർഡ് മെമ്പർ ഷീബ വർഗീസ്. കുറച്ച് വർഷങ്ങളായി ഈ വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കാതെ കിടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങള് പല മെമ്പർമാർക്കും അതൊരു വിഷമമായിട്ട് നടക്കുകയായിരുന്നു. എങ്ങനെ ഈ വീട് പൂർത്തീകരിക്കണമെന്ന് ഞങ്ങളെല്ലാവരും ആലോചിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് NSS സെന്റ് ജോസഫ് കോളേജിന്റെ NSS യൂണിറ്റിലെ കുട്ടികൾ ഇവിടെ ഭവന സന്ദർശനം നടത്തിയപ്പോൾ അവരോട് പറയുകയും അവർ ഈ വീട് കാണുകയും പഞ്ചായത്തിനോടൊപ്പം തന്നെ ഒരു കൈത്താങ്ങായി അവരും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിർമ്മിച്ചു നൽകുന്ന വീടിന് സമീപത്തുള്ള
രോഗിയായ സ്ത്രീയുടെ നിർമ്മാണം പാതിവഴിയിൽ നിൽക്കുന്ന വീട് കൂടി ഏറ്റെടുത്ത് പൂർത്തിയാക്കി 2 വീടുകളും ഒരുമിച്ച് കൈമാറാനാണ് NSS വോളണ്ടിയർമാരുടെ തീരുമാനം. എന്റെ പേര് AK പുഷ്പാകരൻ, 10ാം വാർഡ് മെമ്പറാണ്. വർഷങ്ങളായി ഈ വീട് പൂർത്തീകരിക്കാതെ കിടന്നപ്പോഴാണ് ഓണക്കാലത്ത് സെന്റ് ജോസഫ് കോളേജിൽ NSS വോളണ്ടിയേഴ്സ് ഇവിടെ ഭവന സന്ദർശനം നടത്തിയത്. അവരുടെ സഹായവും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി തന്നെ വീടിന്റെ പണി ഒരു ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ വീട് പണി പൂർത്തീകരിക്കുന്ന അനുബന്ധിച്ച് തന്നെ ഇതിനെ തൊട്ടടുത്ത് പണിതുകൊണ്ടിരുന്ന ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ വീടും കൂടി പൂർത്തീകരണത്തിലേക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി ഈ വളണ്ടിയേഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും സെന്റ് ജോസഫ് കോളേജിന്റെ NSS യൂണിറ്റിനോടും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം ഇരിങ്ങാലക്കുട നടവരമ്പ് കോളനിയിൽ ഇത്തരത്തിൽ ഒരു വീട് വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയിരുന്നു. സ്നേഹത്തണൽ എന്നാണ് ഈ പദ്ധതിക്ക് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര്. കഴിഞ്ഞ പ്രാവശ്യം സെന്റ് ജോസഫിലെ NSS വോളണ്ടിയേഴ്സ് ഒരു വീട് പണിത് കൊടുത്തിരുന്നു. ആ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ 200 പേരും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ടെത്തിയ പണം മതിയാവില്ല ഈ വീട് പണിയാൻ. എങ്കിലും ഞങ്ങൾക്ക് ഈ വീട് പണിയണം. അതിനായി കോളേജിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തിയും നമ്മുടെ തട്ടുകട എന്ന പേരിൽ തട്ടുകട നടത്തിയും ഞങ്ങൾ പണം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ഈ പണം പോരാ, ഇനി മറ്റുള്ളവർ കൂടെ ഞങ്ങളെ സഹായിക്കണം. നമുക്ക് ഈ വീട് പണിയണം. KCBC ആസ്ഥാനമായ പാലാരിവട്ടം POCയിൽ നിരവധി സെമിനാറുകളും ക്ലാസുകളും കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നു. POCയിൽ നടന്ന വിവിധ പരിപാടികളെക്കുറിച്ച് ഡയറക്ടർ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് വിശദീകരിക്കുന്നു. കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ POCയിൽ നിന്നും നമസ്കാരം. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ POCയിൽ നടന്ന പ്രധാനപ്പെട്ട പരിപാടികളുടെ ഒരു അവലോകനം. സെപ്റ്റംബർ 24-ന് KCYMന്റെ സംസ്ഥാന സിൻഡിക്കേറ്റ് മീറ്റിംഗ് POCയിൽ വെച്ച് നടക്കുകയുണ്ടായി. സെപ്റ്റംബർ 26-ന് POC ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മിഷനറിമാരുടെ സമ്മേളനത്തിന്റെ ക്രമീകരണങ്ങൾ, വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയുള്ള ആലോചനാ സമ്മേളനവും പ്രാർത്ഥനാ മീറ്റിംഗും POCയിൽ വെച്ച് നടന്നു. സെപ്റ്റംബർ 27-ന് ജീസസ് ഫ്രട്ടേണിറ്റി ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് POCയിൽ വെച്ച് നടക്കുകയുണ്ടായി. കേരളത്തിലെ 57 ജയിലുകളിൽ അവർക്ക് സമാശ്വാസം പകരുകയും അവരുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും മാനസാന്തരത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രവർത്തകരെ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സോണൽ തലത്തിലും രൂപതാ തലത്തിലുമുള്ള ഡയറക്ടർമാരുടെ സമ്മേളനമാണ് POCയിൽ വെച്ച് നടന്നത്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 1-ാം തീയതി വരെ തുടർച്ചയായി നടന്ന സംസ്ഥാന തലത്തിലുള്ള പ്രൊഫഷണൽ നാടക മത്സരം സെപ്റ്റംബർ മാസം 1-ാം തീയതി സമാപിച്ചു. ഇപ്രാവശ്യത്തെ നാടക മത്സരത്തിൽ 11 നാടകങ്ങളാണ് മത്സര വിഭാഗത്തിൽ പങ്കെടുത്തത്. നാടകങ്ങളിൽ മികച്ച നാടകമായി കാളിദാസ കലാകേന്ദ്രം കൊല്ലം അവതരിപ്പിച്ച കരുണ എന്ന നാടകമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടൻ മധു ബേടകം കോഴിക്കോട് നവചേതനയുടെ വീട്ടു നമ്പർ 312 ഉമ്മിണി മകൾ നളിനി എന്ന നാടകത്തിലെ അഭിനയത്തിനും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഇപ്രാവശ്യം 2 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് മഞ്ജു റെജി കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിലെ കരുണ എന്ന നാടകത്തിലെ വാസവദത്തയുടെ വേഷം അവതരിപ്പിച്ചതിനും, രണ്ടാമതായി മീനാക്ഷി കോഴിക്കോട് സങ്കീർത്തനയുടെ ലക്ഷ്മി അഥവാ അരങ്ങിലെ അനാർക്കിളി എന്ന നാടകത്തിലെ വേഷത്തിനുമാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച സംവിധായകനായി EA രാജേന്ദ്രൻ കരുണ എന്ന നാടകത്തിന്റെ സംവിധാനത്തിന് ലഭിക്കുകയുണ്ടായി. ഒക്ടോബർ 12-ാം തീയതി ചായ് കേരളയുടെ ജനറൽ ബോഡി മീറ്റിംഗ് POCയിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ കത്തോലിക്ക ഹോസ്പിറ്റലുകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് ആശുപത്രികൾ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ
നഴ്സുമാരുടെ സമരം, ശമ്പള വർധനവ്, അനുബന്ധമായ മറ്റു വിഷയങ്ങൾ, ചെറിയ ആശുപത്രികൾ പ്രത്യേകിച്ചും നിലനിൽപ്പിനു വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതിനും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനുമായി POCയിൽ വെച്ച് നടന്നു. സെപ്റ്റംബർ 12-ന് കേരള തിയോളജിക്കൽ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും ദൈവശാസ്ത്ര രംഗത്ത് സവിശേഷമായ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രഗത്ഭരായ ദൈവശാസ്ത്രജ്ഞരെ ആദരിക്കുന്ന ചടങ്ങും POCയിൽ വെച്ച് നടക്കുകയുണ്ടായി. കേരള കാത്തലിക് ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ്, അതോടൊപ്പം ലേറ്റി കമ്മീഷന്റെ KCBC ലേറ്റി കമ്മീഷന്റെ എക്സിക്യൂട്ടീവ് സമ്മേളനവും POCയിൽ വെച്ച് നടക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ 85ാം വാർഷികം എന്ന വാർഷികത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സമൂഹ നിർമ്മിതിയിൽ കത്തോലിക്ക സഭയുടെ പങ്ക് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഡോക്ടർ സിറിയക് തോമസ് പ്രഭാഷണം നടത്തുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ, ഏതാണ്ട് 3 ആഴ്ചയ്ക്ക് ഉള്ളിൽ POCയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും പ്രത്യേകമായിട്ടുള്ള പരിശീലന പരിപാടികളും. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ആഴ്ചയിലെ ചർച്ച ബെൽസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. സഭയിലെ പ്രധാന വിശേഷങ്ങളും അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ചർച്ച് ബെൽസ് പ്രോഗ്രാം, ഗുഡ്നസ് TV, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി. ഫോൺ നമ്പർ 8606420011.